ഹലോ, ഇപ്രാവശ്യത്തെ വീഡിയോ മലയാളത്തിലാണ്. ഇത് ഇന്നത്തെ കൊറിയറിൽ വന്ന സാധനമാണ്. ഡയറക്റ്റ് ചൈനയിൽ നിന്ന് വന്നിരിക്കുന്നു. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന്. ഇത് ഫോസി ഓഡിയോൻ്റെ ZA3 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ക്ലാസ് D ആംപ്ലിഫയർ. ഇത് പവർ സപ്ലൈ 48 വോൾട്ട് 5 ആംപിയർ. ഇത് യൂറോപ്യൻ ടൈപ്പാണ്. ഓക്കെ, നമുക്ക് മാറ്റാം. ഇതാണ് ആംപ്ലിഫയർ. ഇത് ആംപ്ലിഫയർ. നമുക്ക് ഈ പെട്ടികളൊക്കെ അങ്ങോട്ട് വെക്കാം, കുറച്ച് ദൂരേക്ക്. ഓക്കെ, ഈ ആംപ്ലിഫയറിൽ 2 ഇൻപുട്ടുകളാണുള്ളത്. XLR ഇൻപുട്ടും ഉണ്ട്, RCA ഇൻപുട്ടും ഉണ്ട്. പിന്നെ ഒരു സബ് വൂഫർ ഔട്ട്പുട്ട് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട്. പവർ അഡാപ്റ്റർ ഇവിടെ കൊടുക്കുന്നു. ഇതിൽ 2 ഫങ്ഷനാണുള്ളത്. 2 ഇൻപുട്ടുകളുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം, XLR, RCA. പിന്നെ ഒരു ഫങ്ഷൻ മോണോ ബ്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്, മോണോ ആൻഡ് സ്റ്റീരിയോ. മോണോ ആക്കുന്ന സമയത്ത് ഇതുപോലുള്ള 2 ആംപ്ലിഫയർ വേണം, 2 മോണോ ബ്ലോക്കുകൾ. ഒരു ഓഡിയോ ഫയൽ സെറ്റപ്പും ക്ലാസ് Dയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ആംപ്ലിഫയർ ആണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ വാട്ട്സുകളും അതിൻ്റെ പവറുകളും എന്തൊക്കെയെല്ലാം ആണെന്ന്. 2 ചാനലുകൾ. ഓക്കെ, ഇൻപുട്ട് RCA ഉണ്ട്, XLR ഉണ്ട്. ഔട്ട്പുട്ട് സ്പീക്കർ ഔട്ട്പുട്ട്. ഓക്കെ, ബനാന സ്പീക്കർ ഔട്ട്പുട്ട്. ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസും കുറേ അധികം കാര്യങ്ങൾ ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. ഇതിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷനാണ്. THD 0.006% ഓൺലി. നൗ ഔട്ട്പുട്ട് പവർ 48 വോൾട്ട് 5 ആംപിയറിൽ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155 വാട്ട്സ് ഇൻറ്റു 2 4 ഓം ലോഡിൽ. മോണോ ആണെങ്കിൽ 235 വാട്ട് ഇൻറ്റു 1 4 ഓം ലോഡ്. അതായത് ഇത് മോണോ ബ്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 235 വാട്ട്സ് കിട്ടും എന്നാണ് പറയുന്നത്. 32 വോൾട്ട് 5 ആംപിയർ പവർ സപ്ലൈ ആണെങ്കിൽ സ്റ്റീരിയോയിൽ 95 വാട്ട്സ് ഇൻറ്റു 2 മീൻസ് 2 ചാനൽ 95ൻ്റെ 2 ചാനൽ 4 ഓംസിൽ. ഫ്രീക്വൻസി റെസ്പോൺസ് 20 to 20 kHz. ഓക്കെ, വോൾട്ടേജ് റേഞ്ച് DC 24 to 48 വോൾട്ട് നമുക്കിതിന് സപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം വോൾട്ടേജ് പറയുന്നത് 150 വാട്ട്സ് ആണ് പെർ ചാനൽ. 155. ഓക്കെ, എന്ത് തന്നെയായാലും 100 വാട്ട്സ് 4 ഓംസിൽ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം പാരാമീറ്റേഴ്സുകൾ അതിൻ്റെ അകത്ത് കാണും. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കലി നമ്മൾ മലയാളിക്ക് ഇതിനെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 48 വോൾട്ട് സപ്ലൈ കൊടുത്ത് മാക്സിമം 100-150 വാട്ട്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു സാധനത്തിൽ നിന്ന് വളരെ നല്ല കാര്യമാണ്. പിന്നെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കാണ്. സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സിങ്ക്. ഇത് കംപ്ലീറ്റ് അലൂമിനിയമാണ് കേസ്. ഇതിനിടയിലൂടെ എന്ന് പറഞ്ഞാൽ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേ വെന്റിലേഷൻസ് ഉണ്ട് 2 സൈഡിലും. വളരെ കോമ്പാക്റ്റ് ആണ് സാധനങ്ങൾ. നമുക്കിതിനെ ഒന്ന് ഏതായാലും വർക്ക് ചെയ്യിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുമെന്ന്. നമുക്ക് ഈ ബാറ്ററി ചാർജർ ഒന്ന് മാറ്റിയിട്ട് തൽക്കാലം ഇവിടെ ഇത് കണക്ട് ചെയ്യാം. ഓക്കെ,
ഓക്കെ, പവർ വന്നു. ഇനി ഇത് താഴെ നോക്കട്ടെ. സ്പീക്കർ, ലെഫ്റ്റ് സ്പീക്കർ ആൻഡ് റൈറ്റ് സ്പീക്കർ. ഇൻപുട്ടായി നമുക്കൊരു മൊബൈൽ ഫോൺ തന്നെ കണക്ട് ചെയ്താൽ മതി. ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ കൺട്രോളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാകും. ഓണായി. ഇതിൻ്റെ മോഡ് ഇപ്പോൾ XLR-ലാണുള്ളത്. നമ്മളത് RCAയിലേക്ക് മാറ്റി. മോണോയിലാണുള്ളത്. ഇത് സ്റ്റീരിയോയിലേക്ക് വന്നു. ഇനി നമുക്ക് ഒരു ട്രാക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് തന്നെ സ്റ്റാർട്ടാകട്ടെ. നമ്മുടെ മ്യൂസിക് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യട്ടെ. ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് മൊബൈൽ ഫോൺ. ഇനി നോക്കാം വോളിയം കൺട്രോൾ. ഓക്കേ, വളരെ സ്മൂത്തായ വോളിയം കൺട്രോളാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട്. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു സബ് വൂഫർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് ആ സബ് വൂഫർ ആ സബിലേക്ക് കണക്റ്റഡ് ആണ്. നമുക്ക് തൽക്കാലം അതിൻ്റെ ഇൻപുട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് എന്ത് സൗണ്ട് വരുന്നതാണുള്ളത്. ഓക്കെ, വോളിയം കൺട്രോളിൻ്റെ ഒന്നിച്ച് തന്നെ സബ് വൂഫറിൻ്റെ വോളിയവും കൺട്രോൾ ആകുന്നുണ്ട്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, എങ്കിലും വളരെ നല്ല റേഞ്ചിലുള്ള ഔട്ട്പുട്ടാണുള്ളത്. ഇനി ഇതിലുള്ള ഒരു ഫംഗ്ഷനാണ് XLR ഇൻപുട്ടുകൾ.
അപ്പോൾ എവിടെയാണ് നമ്മൾ XLR ഇൻപുട്ട് ചില പ്രീ ആംപ്ലിഫയറുകളുടെ ഔട്ട്പുട്ട് XLRൽ വരുന്നുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതുപോലുള്ള ചെറിയ മിക്സറുകൾ, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെറിയ ചെറിയ ഫങ്ഷനുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതായത് റൈറ്റ് ഇവിടെ കൊടുത്തു, ലെഫ്റ്റ് ഇവിടെ കൊടുത്ത് XLR മോഡിലേക്ക് ഇടുക. ഇപ്പോൾ XLRലേക്ക് വന്നു. ഇനി ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ചെയ്യുന്നത് നമുക്ക് സ്പീക്കറിലേക്ക് വിടാം. ഇതാ ഇനി കരോക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഹലോ, ടെസ്റ്റിംഗ്. കരോക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ്ലി പ്ലേ ചെയ്യാം. മ്യൂസിക്കിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാം പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോസി ആംപ്ലിഫയറിന്റെ ZA3 എന്ന് പറയുന്ന മോഡൽ. സൗണ്ട് ക്വാളിറ്റി വളരെ വളരെ നന്നായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒക്കെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം. തൽക്കാലം ഇപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.